അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ ഒരുപോലെ ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഗർഭകാലത്തെ വിഷാദരോഗം. ഗർഭകാലം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അനുവചനീയമായ സന്തോഷത്തിൻ്റെ സമയമാണ്. പക്ഷേ ചിലരെങ്കിലും ഉത്കണ്ഠയുടെയും പിരിമുറുക്കങ്ങളുടെയും പിടിയിൽ അകപ്പെട്ടു പോകാറുണ്ട്. ഇതിന് തുടർച്ചയായി വിഷാദരോഗവും ഇവരെ കീഴ്പ്പെടുത്തുന്നു. ശാസ്ത്രീയമായ പല പഠനങ്ങളും തെളിയിക്കുന്നത് 14%-നും 23%-നും ഇടയിൽ ഗർഭിണികളിൽ വിഷാദരോഗത്തിന് അടിമപ്പെടുന്നവരായി പറയപ്പെടുന്നു. മുൻപ് വിഷാദരോഗം വന്നിട്ടുള്ളവരിൽ ഗർഭിണിയാകുന്നതോടെ വിഷാദം വരാനുള്ള സാധ്യതകളുണ്ട്. 4 സ്ത്രീകളിൽ ഒരാൾക്ക് വിഷാദം വരുന്നതായാണ് ആരോഗ്യ പഠനങ്ങൾ പറയുന്നത്. വിഷാദം ഒരു മാനസിക വ്യതിയാനമാണ്. ഗർഭിണിയാകുന്നതോടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യത്യാസങ്ങളാണ് പലരെയും വിഷാദത്തിലേക്ക് നയിക്കുന്നത്. പക്ഷേ ഗർഭാവസ്ഥയിലുണ്ടാകുന്ന മറ്റു മാറ്റങ്ങൾ പോലെ തന്നെ ഒന്നും മാത്രമാണ് ഇതെന്ന് കരുതി അവഗണിക്കേണ്ട ഒന്നല്ല വിഷാദരോഗം. ഗർഭിണികളെയും ഗർഭസ്ഥ ശിശുവിനെയും ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ വേണ്ട മുൻകരുതലുകൾ നിർബന്ധമായും എടുക്കണം. വിഷാദരോഗം എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? സ്ഥായിയായ വിഷാദം, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, പതിവിൽ നിന്നും വിപരീതമായി ദീർഘസമയം ഉറങ്ങുകയോ ഉറക്കക്കുറവ് അനുഭവപ്പെടുകയോ ചെയ്യുക, മരണത്തെക്കുറിച്ചും ആത്മഹത്യയെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരിക്കുക, പതിവായി ചെയ്തിരിക്കുന്ന കാര്യങ്ങളിലും ആസ്വദിച്ചിരുന്ന കാര്യങ്ങളിലുമുള്ള താല്പര്യക്കുറവ്, എന്തിനോടും വിരക്തി അനുഭവപ്പെടുക, സ്വയം അപരാധി എന്ന് തോന്നുക, വില കുറഞ്ഞു തോന്നുക, ഭക്ഷണകാര്യങ്ങളിലുള്ള താല്പര്യക്കുറവ്, ഇവയെല്ലാം വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളാണ്. വിഷാദത്തിനുള്ള കാരണങ്ങൾ പലതാണ്. ഭാര്യ-ഭർതൃബന്ധത്തിലെ വിള്ളലുകൾ, കുടുംബ പ്രശ്നങ്ങൾ, പിരിമുറുക്കമേറിയ ജീവിത സാഹചര്യങ്ങൾ എന്നിവയെല്ലാം ഗർഭിണികളെ വിഷാദത്തിലേക്ക് തള്ളിവിട്ടേക്കാം. അതുകൊണ്ട് ഗർഭിണികൾ സദാ ഉല്ലാസവതികളായിരിക്കണം. അവർക്ക് ആവശ്യമായ പരിഗണനയും സ്നേഹവും കരുതലും നൽകി വിഷാദ ചിന്തകളെ മനസ്സിൽ നിന്ന് അകറ്റുകയാണ് ഇതിനാദ്യം വേണ്ടത്. വായനയും സംഗീതവും മനസ്സിനെ വിഷാദ ചിന്തകളിൽ നിന്ന് അകറ്റുവാൻ സഹായിക്കും. ഗർഭിണികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ, ഇഷ്ടജനങ്ങളോടൊത്തുള്ള സഹവാസം, ഇഷ്ടസ്ഥലങ്ങളിലേക്കുള്ള ആയാസരഹിതമായ യാത്ര എന്നിവ മനസ്സിനെ എപ്പോഴും സന്തുഷ്ടമാകും. ഗർഭാവസ്ഥയിലെ ബുദ്ധിമുട്ടുകൾ, മുൻപുണ്ടായിട്ടുള്ള അബോർഷൻ, വന്ധ്യതാ നിവാരണ ചികിത്സ എന്നിവയും ചിലരിൽ വിഷാദ രോഗത്തിന് കാരണമാകുന്നുണ്ട്. മുൻകാല മാനസിക ആഘാതങ്ങൾ, മനസ്സിനെ പിടിച്ചുലച്ച അധിക്ഷേപങ്ങൾ എന്നിവയും വിഷാദത്തിലേക്ക് നയിച്ചേക്കാം. പാരമ്പര്യവും ഒരു പ്രധാന ഘടകമാണ്. ഗർഭാവസ്ഥയിലെ വിഷാദരോഗം അവഗണിക്കേണ്ട ഒന്നല്ല. വിഷാദം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ചികിത്സയ്ക്ക് മടിക്കരുത്. വൈകുന്തോറും അമ്മയ്ക്കും കുഞ്ഞിനും നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും. ചിലർ ലഹരിക്ക് കീഴ്പ്പെട്ടുവെന്ന് വരാം. ആത്മഹത്യാ പ്രവണത, പോഷകക്കുറവ് എന്നിവയിലേക്കും വിഷാദം രോഗികളെ കൊണ്ടുചെന്നെത്തിക്കും. വിഷാദ രോഗികളായ അമ്മമാർക്ക് നവജാത ശിശുവിനോട് മാനസികമായ ഒരടുപ്പം ഉണ്ടായിരിക്കണം എന്നില്ല. അവർക്ക് കുട്ടികളെ സ്നേഹിക്കാനോ പരിചരിക്കുവാനോ സാധിച്ചെന്നും വരില്ല. ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തെയും വിഷാദം വലിയൊരളവിൽ തന്നെ ബാധിക്കുന്നുണ്ട്. മാസം തികയാതുള്ള പ്രസവം, തൂക്കക്കുറവ്, വളർച്ചക്കുറവ് എന്നിവ വിഷാദത്തിൻ്റെ പ്രതിഫലങ്ങളാണ്. പെരുമാറ്റ വൈകല്യങ്ങളിലേക്കും ഇത് നയിക്കുവാൻ സാധ്യതയുണ്ട്. ഒന്നിനോടും താല്പര്യമില്ലാത്ത ഉത്സാഹരഹിതമായിരിക്കും ചില കുട്ടികൾ. ചിലർക്ക് വാശിയും ദേഷ്യവും കൂടുതലായിരിക്കും. ഇവർക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കുകയോ സൈക്കോ തെറാപ്പി, ലൈറ്റ് തെറാപ്പി എന്നിവയോ ചെയ്യുകയോ ആവാം. അമ്മ കഴിക്കുന്നതെന്തും പ്ലാസൻ്റ വഴി കുഞ്ഞിലെത്തുന്നതിനാൽ ആൻറ്റി ഡിപ്രസൻ്റ് മരുന്നുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത്തരം മരുന്നുകൾ കുഞ്ഞുങ്ങളിൽ ഹൃദ്രോഗത്തിന് കാരണമായി പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസമോ ബുദ്ധിവൈകല്യമോ ഉണ്ടാകാനുള്ള സാധ്യതകളും ഏറെയാണ്. അതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ മരുന്നുകൾ എടുക്കുവാൻ ഒരു കാരണവശാലും പാടുള്ളതല്ല. വളരെ ചുരുങ്ങിയ മിതമായ രീതിയിലാണ് വിഷാദമെങ്കിൽ കുടുംബാംഗങ്ങളുടെ സഹായത്തോടും സൈക്കോ തെറാപ്പി വഴിയും വിഷാദത്തെ മെരുക്കിയെടുക്കുവാൻ സാധിക്കും. എന്നാൽ വിഷാദം ഗൗരവമായി ബാധിച്ചു കഴിഞ്ഞെങ്കിൽ വെറും സൈക്കോ തെറാപ്പി കൊണ്ട് മാത്രം രോഗം ഭേദമാക്കാനാവില്ല. ആൻറ്റി ഡിപ്രസൻ്റ് മരുന്നുകൾ കഴിക്കേണ്ടിയും വന്നേക്കാം. രോഗം വന്നതിന് ശേഷം അതിനെ ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ്. ഗർഭിണികൾ മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസുകൾ, യോഗ എന്നിവയിലൂടെ വിഷാദ രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുന്ന പുതിയ പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആരോഗ്യമുള്ള അമ്മയിലൂടെയാണ് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മമാരുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആരോഗ്യമുള്ള ഒരു നല്ല തലമുറയ്ക്കായി നമ്മൾക്കും പങ്കുകാരാവാം. താങ്ക് യു ഫോർ വാച്ചിങ്. Please subscribe for more videos.